ആ ഭയപ്പാടിൻ്റെ ഒന്നും ആവശ്യമില്ല. 2026 അജ്ഞാത ഭൂമിയല്ല, ദൈവം മുമ്പേ നടന്ന മണ്ണാണ് 2026. കാരണം ഹെബ്രായർ 13:9 ഈശോ മിശിഹ ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്, അവൻ സമയത്തിൻ്റെയും നാഥനാണ്. സോ മൈൻഡ് ഇറ്റ്, 2026 is not an unknown territory but a land already walked by our God. നമ്മുടെ ദൈവം മുമ്പേ നടന്ന മണ്ണാണ് 2026. അതുകൊണ്ട് കർത്താവിനോടൊപ്പം നടക്കാം. വാക്ക് വിത്ത് ഗാഡ്. ദൈവത്തോടൊപ്പം 2026 നമുക്ക് പ്രത്യാശയോടെ പ്രവേശിക്കാം. നിങ്ങൾ ഓർത്തേക്ക്, 2026 ഭാവിയിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് നോക്കുകയല്ല വേണ്ടത്, കർത്താവിലേക്ക് നോക്കുക. കർത്താവ് നിന്നെ ഭാവിയിലേക്ക് നയിച്ചോളൂ. നമുക്ക് ഭാവി എന്താകുമെന്ന് അറിയാനാണ് ത്വര. ഭാവിയിൽ 2026 എന്തായിരിക്കുന്നത്, 2026 എന്തും ഇരിക്കട്ടെ, മേക്ക് ഷുവർ ദാറ്റ് കർത്താവ് കൂടെ ഉണ്ടെന്ന്. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ 2026 എല്ലാം കർത്താവ് നല്ലതാക്കിക്കോളും. 2026 എന്തായിരിക്കുന്ന ഓർത്താകുലപ്പെടാതെ മുമ്പിൽ കർത്താവുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് നമുക്ക് മുന്നോട്ട് നടക്കാം. എല്ലാം അവൻ നല്ലതാക്കി വരുത്തും, നന്മയാക്കി വരുത്തും എന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ഒരു നല്ല കാര്യം നിങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് റൂഹാദ ഖുദ്ശ ഒരു നല്ല കാര്യം നമ്മളിൽ ആരംഭിച്ചിട്ടുണ്ട്. ആ നല്ലത് അവൻ നമ്മളിൽ പൂർത്തിയാക്കും. ജസ്റ്റ് കോപ്പറേറ്റ്. ദൈവതിരിഹിതത്തോട് പരിശുദ്ധാത്മാവിനോട് സഹകരിച്ച് 2026 നമുക്ക് പ്രവേശിക്കാം. പ്രാർത്ഥിക്കാം. ശാന്തതയോടെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരുമിച്ചുകൊണ്ടിരുന്നേ പ്രാർത്ഥിക്കാൻ ഒരുങ്ങിക്കേ. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, കടന്നു പോകുന്ന വർഷത്തെ ഓർത്ത് 2025 ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഗ്രാറ്റിറ്റ്യൂഡ്. എല്ലാത്തിനും കർത്താവേ നിനക്ക് നന്ദി. എല്ലാ അനുഭവങ്ങൾക്കും ഈശോ നന്ദി. ഞങ്ങൾ ക്ഷമിക്കുന്നു കർത്താവേ. ഞങ്ങളെ വേദനിപ്പിച്ചവരോടും ഞങ്ങളോട് തന്നെയും ഞങ്ങൾ ക്ഷമിച്ച് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഞങ്ങൾ തിരിച്ചറിയുന്നു എല്ലാം ഞങ്ങൾക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം ഞങ്ങളിൽ ജ്ഞാനം നിറയ്ക്കുകയായിരുന്നു. പുത്തനാണ്ടിലേക്ക് പ്രത്യാശയോടെ ഞങ്ങൾ പ്രവേശിക്കുന്നു. നിന്റെ കരം പിടിച്ച് ഞങ്ങൾ പ്രവേശിക്കുന്നു. 2026 ഞങ്ങൾക്ക് നീ നന്മ ഒരുക്കണേ. ഞങ്ങൾക്ക് സന്തോഷമുള്ളത് ഒരുക്കണേ എന്നല്ല കർത്താവേ, മറിച്ച് ഞങ്ങളുടെ ആത്മാവിന് നന്മയാകുന്നത് നിന്റെ വലിയ പദ്ധതിയാലെ നീ ഒരുക്കി നൽകണമേ. അതിനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.